ഇന്നത്തെ നമ്മുടെ റെസിപ്പി കക്ക ഇറച്ചി തോരനാണ്. ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ് ഇത്. അറുന്നൂറ് ഗ്രാം കക്കയിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഓരോ കക്കയുടെയും അഴുക്ക് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. നന്നായി കഴുകി ഒരു അരിപ്പയിൽ അരിച്ചു വെക്കണം. 3 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണവും ചതച്ച് മാറ്റി വെക്കണം. ഒരു ചട്ടി എടുക്കണം. അതിലേക്ക് അഴുക്കെല്ലാം കളഞ്ഞ് കഴുകി വാറ്റി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. ഒരു 10 അല്ലി ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. കൈ നിറച്ച് കറിവേപ്പില ചേർക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യണം. 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. കക്കിറച്ചിക്ക് അധികം വേവില്ല, 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കക്കിറച്ചി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കണം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 1 വറ്റൽമുളക് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി അതിലേക്ക് ചേർക്കാം. ഇനി ഒരു 25 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള അരിഞ്ഞത് ചേർക്കാവുന്നതാണ്, പക്ഷെ ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് നല്ല ടേസ്റ്റ്. ഇനി ഒരു പിടി കറിവേപ്പില ചേർക്കണം. കറിവേപ്പില കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആണ്. എൻ്റെ കയ്യിൽ അധികം ഉണ്ടായിരുന്നില്ല. ഉള്ളി ഇപ്പോൾ ഒരുവിധം വാടിയിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഒരു 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കണം. 3 പച്ചമുളക് ചേർക്കണം. ഇതെല്ലാം കൂടി നന്നായി വഴറ്റണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. അരമുറി തേങ്ങ ചെരുകിയത് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. തേങ്ങയും ഉള്ളിയും പൊടികളെല്ലാതും വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. കക്കയിലെ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആവണം. കക്കയിലെ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് രുചിച്ച് നോക്കണം. എരിവ് കുറവായി തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ടേസ്റ്റി കക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.